തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം. വെടിക്കെട്ടുപുര പൂർണ്ണമായും കത്തിനശിച്ചു. ചേലക്കര സ്വദേശി മണിക്ക് ഗുരുതര പരിക്ക്. കുണ്ടന്നൂർ സുന്ദരന്റെ പടക്കപ്പുരയ്ക്കാണ് തീപിടിച്ചത്. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. ചിന്നക്കനാൽ 301 കോളനിയിലെ താൽക്കാലിക ഷെഡ് ആന തകർത്തു. ഷെഡിൽ കഴിഞ്ഞിരുന്ന യശോധരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് 301 കോളനിയിൽ ആനയുടെ ആക്രമണമുണ്ടായത്. ഷെഡിൽ കിടന്നുറങ്ങുന്നതിനിടെ ശബ്ദം കേട്ടെഴുന്നേറ്റ യശോധരൻ സമീപത്തു നിന്നും ആന പാഞ്ഞെടുക്കുന്നത് കാണുകയായിരുന്നു. ഉടൻ തന്നെ ഷെഡിൽ നിന്നും ഇറങ്ങിയോടി. സമീപത്തെ അംഗൻവാടി കെട്ടിടത്തിൽ ഇയാൾ അഭയം പ്രാപിച്ചു. കഴിഞ്ഞ ദിവസം വെളുപ്പിന് 4 മണിക്കാണ് ആന വരുന്നത്. അത് നടന്നതിലേ വരുന്നത് കണ്ടപ്പോഴേ റോഡിൽ കൂടെയാണ് നടന്നു വന്നത്. ഒച്ച കേട്ടോണ്ട് ഞാൻ ഈ ഷെഡിൽ നിന്ന് ഇറങ്ങി ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പാഞ്ഞിങ് വന്നു. ഓടി ഞാൻ അംഗൻവാടിക്കകത്ത് കയറി. അത് കാരണം ജീവൻ രക്ഷപ്പെട്ടു. ആനയുടെ ആക്രമണത്തിൽ ഷെഡ് പൂർണ്ണമായും തകർന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 301 കുടുംബങ്ങൾക്ക് 2002 സർക്കാർ ഭൂമി അനുവദിച്ചത്. തുടർച്ചയായ കാട്ടാനശല്യം മൂലം ഭൂരിഭാഗം കുടുംബങ്ങളും ഇവിടെ നിന്ന് ഭൂമി ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. നിലവിൽ 50-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ കഴിയുന്നത്. ന്യൂസ് 18 ഇടുക്കി. അട്ടപ്പാടിയിൽ ഒറ്റയാനും ധോണിയിൽ കാട്ടാനക്കൂട്ടവും ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അട്ടപ്പാടി താഴെ അബന്നൂരിലാണ് ഒറ്റയാൻ കൃഷി നശിപ്പിച്ചത്. PT7 പിടികൂടിയിട്ടും ധോണിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. താഴെ അബന്നൂരിൽ ഇറങ്ങിയ ഒറ്റയാൻ ഊരി നിവാസിയായ ചെല്ലന്റെ ചെറുധാന്യ കൃഷിയും വാഴയുമാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ മേഖലയിൽ ഒറ്റയാൻ തമ്പടിച്ചിട്ടുണ്ട്. ഊരിൽ നിന്നും മാറി കൃഷിസ്ഥലത്താണ് ചെല്ലനും ഭാര്യ വെള്ളച്ചിയും താമസിക്കുന്നത്. കരനെല്ലും പയറും കാട്ടാന നശിപ്പിച്ചു. ഈ മാസം 5-ാം തീയതി മേലെ അബണ്ണൂരിൽ ഇതേ ഒറ്റയാൻ പ്രദേശവാസിയായ രാജുവിന്റെ വീട് തകർക്കാൻ ശ്രമിച്ചിരുന്നു. റോഡ് തന്നെ വന്നിട്ട് വാഴ അടിക്കുമ്പോൾ ഞാൻ ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോൾ ആളുടെ നേരെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ 10 വാഴ അങ്ങോട്ട് പോയി, കൊലച്ച വാഴ. ഇത് ആൾ അടക്കാൻ പറ്റില്ല. അടുത്ത് കഴിഞ്ഞ ആളിന്റെ മേത്താണ് ചാടിക്കറന്ന്. ഇന്നലെ രാത്രി 11:30 ആന വന്നു. വാഴ, തെങ്ങ്, വീട് എല്ലാം ആക്രമിച്ചു. ഒരാഴ്ച നാളായി ഇവിടെ ആന കയറി ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതിനുള്ള ഒരു നടപടി എത്രയും വേഗം വേണം എന്നുള്ളത്. ധോണിയിൽ ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പെരുന്തിരുത്തിക്കടം സ്വദേശി വേലായുധന്റെ വീടിന് സമീപമാണ് 3 കാട്ടാനകൾ ഇറങ്ങിയത്. PT7 പിടികൂടിയിട്ടും ധോണിയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വയനാട് കോളേരിയിൽ കടുവ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തിവന്ന റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. കടുവ ആക്രമിച്ച് കൊന്ന പശുക്കിടാവിന്റെ ജഡവുമായാണ് ഉപരോധിച്ചത്. കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നും പരപ്പനങ്ങാടി പ്രദേശത്തെ കടുവാശല്യം പരിഹരിക്കണമെന്നുമാണ് ആവശ്യം. നാട്ടുകാരും ജനപ്രതിനിധികളും വനംവകുപ്പ് അധികൃതരുമായി ചർച്ച നടത്തി. ഇതിനിടെ ജില്ലയിലെ 3 റേഞ്ച് ഓഫീസർമാരെ സ്ഥലം മാറ്റി. വികാരമാണ് നമ്മളിവിടെ പറയുന്നത്. വർത്തമാനം പറയാൻ നിൽക്കരുത്. അത് കൂടി വർത്തമാനം പറയാൻ നിൽക്കരുത്. കമ്മിറ്റി സെക്രട്ടറി എന്താ തോമസ് ചേട്ടനെ മറിച്ച് എങ്ങനെയാ? അതാ പറഞ്ഞ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. അല്ല, നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ പൊയ്ക്കോ. ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. മയക്കുമരുന്നായ MDMA എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനി മലപ്പുറത്ത് പിടിയിൽ. കോടഞ്ചേരി തേപ്പാറ കോരൻചേലമ്മൽ മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. ഇയാൾ ബംഗളൂരു കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി ഇടപാട് നടത്തുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. ബംഗളൂരു, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലായി ഒളിവിലായിരുന്നു. മയക്കുമരുന്ന് കൈമാറാൻ കേരളത്തിലെത്തുമെന്ന വിവരത്തെ തുടർന്ന് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു.
മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത മകളെ പലതവണ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ പിതാവിന് 3 ജീവപര്യന്തം തടവ് ശിക്ഷയും 6,60,000 രൂപ പിഴയും. മലപ്പുറം പോക്സോ കോടതിയുടേതാണ് വിധി. പുറത്തു പറഞ്ഞാൽ മാതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ചെന്നാണ് കേസ്. 2021 വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പെരുമ്പാമ്പിനെ ചൊല്ലി മരട് നഗരസഭാ കൌൺസിലിൽ കയ്യാങ്കളി. 6 കൌൺസിലർമാർക്ക് പരിക്ക്. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനലടക്കം ഭരണപക്ഷത്തെ 3 കൌൺസിലർമാർക്കും പ്രതിപക്ഷത്തെ 3 കൌൺസിലർമാർക്കും പരിക്കേറ്റു. രശ്മി കയ്യാങ്കളിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. 6 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരസ്പരം മർദ്ദിച്ചതായി ഇരുപക്ഷവും ആരോപിച്ചു. 29ാം വാർഡിലെ കൌൺസിലർ ബിന്ദു നാട്ടുകാരെ കൂട്ടി പണം പിരിച്ച് ഭരണപക്ഷ കൌൺസിലറുടെ പറമ്പ് വൃത്തിയാക്കി ആ സ്ഥലത്തു നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടിയിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടതാണ് തർക്കത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചത്. പാലക്കാട് CPM പുതുശ്ശേരി ഏരിയ സെക്രട്ടറി വ്യാജരേഖയിലൂടെ തട്ടിയെടുത്ത മിച്ചഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ ഭൂമി പിടിച്ചെടുക്കൽ സമരം. എലപ്പുള്ളിയിലാണ് 1.5 ഏക്കറോളം മിച്ചഭൂമി വ്യാജരേഖ ചമച്ച് CPM നേതാവ് തട്ടിയെടുത്തതായി ആരോപണമുയർന്നത്. CPM പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് 2011 മാർച്ച് 28 കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി CP ദേവദാസിൽ നിന്ന് വാങ്ങിയ ഭൂമിയിൽ മിച്ചഭൂമി ഉൾപ്പെട്ടതായി റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വ്യാജരേഖ ചമച്ചാണ് മിച്ചഭൂമി തട്ടിയെടുത്തതെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് BJP സമരം നടത്തിയത്. പുതുശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥലത്തിൽ കൊടികുത്തി പ്രതീകാത്മകമായി ഭൂമി പിടിച്ചെടുക്കൽ സമരം നടത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ CPMന്റെ ഏരിയ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 2 ഏക്കറോളം ഭൂമി ഇവിടെ തട്ടിയെടുത്തിരിക്കുകയാണ്. വ്യാജരേഖ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഇവിടുത്തെ ഏരിയ സെക്രട്ടറിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. സുഭാഷ് ചന്ദ്രബോസിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മിച്ചഭൂമിയിൽ ഉൾപ്പെട്ട കുളത്തിന്റെ ഒരു വശം കനാലും മറുവശം വയലുമാണ്. പ്രദേശവാസികൾ കുളിക്കാനും കാർഷിക ജലസേചനത്തിനുമായി ഉപയോഗിച്ചിരുന്ന കുളമാണിത്. വ്യാജരേഖ ചമച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആധാരം റദ്ദു ചെയ്യണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തിരുന്നു. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം കാക്കനാട് സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം. കാക്കനാട് ഇടച്ചിറയിലാണ് സംഭവം. സ്വിഗ്ഗി വിതരണക്കാരനാണ് ക്രൂരമായി മർദ്ദിച്ചത്. കേസിൽ 5 പേരെ ഇൻഫോപാക് പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാർ ന്യൂ കോളനിയിൽ വീട് കത്തിനശിച്ചു. ന്യൂ കോളനിയിലെ താമസക്കാരി ഓമനയുടെ വീടാണ് കത്തിനശിച്ചത്. TV അടക്കമുള്ള ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. ഗുരുവായൂരിൽ 1 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ഒഡീഷ സ്വദേശി ഗണപതി കരണാണ് പിടിയിലായത്. മുല്ലശ്ശേരി പെരുവല്ലൂർ മേഖലയിൽ കൂലിപ്പണി ചെയ്തു വന്നിരുന്ന ആളാണ് ഗണപതി കരൺ. കഞ്ചാവ് ചെറിയ കടലാസ് പൊതികളിലാക്കി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് പ്രതിയെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. കാസർഗോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് 30 കിലോ കഞ്ചാവ് പിടിച്ചു. സംഭവത്തിൽ വീട്ടുടമ മുഹമ്മദ് മുസ്തഫിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസമായി മുസ്തഫയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വീട്ടിലേക്ക് കഞ്ചാവ് എത്തിച്ചതായുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട് വളയുകയായിരുന്നുവെന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി. കാസർഗോഡ് മഞ്ചേശ്വരം ദേശീയപാതയിലെ കോലിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഞ്ചത്തൂർ സ്വദേശി അഹമ്മദ് റിഫായ് സയ്യിദാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ ഉപ്പള സ്വദേശി ബഷ്റയുടെ നില ഗുരുതരമാണ്. ഡിവൈഡറിൽ കാർ ഇടിച്ചാണ് അപകടം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു.
കൊച്ചി നഗരത്തിൽ സ്വകാര്യ ബസ്സിടിച്ച് വീട്ടമ്മ മരിച്ചു. കളമശ്ശേരി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. ലിസി ജംഗ്ഷനിലാണ് സംഭവം. വയനാട് ലക്കിടി ജവഹർ നവോദയ സ്കൂളിൽ ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. 70ഓളം വിദ്യാർത്ഥികളെ ശാരീരിക അസ്വസ്ഥതകളോടെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികൾക്ക് അസുഖ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടും സ്കൂൾ അധികൃതർ വിഷയം ഗൌരവമായി കണ്ടില്ലെന്നും ആരോപണം. 500ഓളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന ലക്കിടി ജവഹർ നവോദയ സ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് കുട്ടികൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. എന്നാൽ സ്കൂൾ അധികൃതർ ഇക്കാര്യം ഗൌരവമായി എടുത്തില്ലെന്നാണ് ആരോപണം. ഇന്നലെ രാത്രി 9 മണി മുതലാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 70ഓളം പേർ ഇതുവരെ ചികിത്സ തേടിയതിൽ 10 പേർ തിരികെ പോയിട്ടുണ്ട്. മറ്റുള്ളവർ നിരീക്ഷണത്തിലാണ്. പലപ്പോഴും രാവിലത്തെ ഭക്ഷണം തന്നെയാണ് രാത്രി കൊടുക്കുന്നതെന്നുള്ള ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കത്ര നമ്മൾ മെസ്സ് പരിശോധിച്ചപ്പോൾ വളരെ നീറ്റായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിനിപ്പോൾ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ കുട്ടികളുടെ ആക്ഷേപം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജില്ലാ കളക്ടറോട് അടിയന്തരമായി ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ കാരണമെന്ന് പരിശോധിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ ആരുടെയും നില സാരമുള്ളതല്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 വയനാട്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം തുടരും. വാർത്തകളിലേക്ക്. കൊല്ലം കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി MP സജീവനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ധാരണപ്രകാരം പ്രസിഡന്റായിരുന്ന D സജീവകുമാർ രാജിവെച്ചതിനെ തുടർന്നാണ് MP സജീവ് പ്രസിഡന്റായത്. കോൺഗ്രസ് 11, LDF 8, BJP 2 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. ഉളിയനാട് ഈസ്റ്റ് വാർഡ് മെമ്പറാണ് MP സജീവൻ. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കോഴിക്കോട് വടകര മേപ്പയിൽ ഡിവൈഎഫ്ഐയുടെ താൽക്കാലിക ഷെഡ് കത്തിച്ച നിലയിൽ. അർദ്ധരാത്രിയോടെയാണ് സംഭവം. മേപ്പയിൽ നിന്ന് മാക്കൂലേക്കുള്ള റോഡിലാണ് ഷെഡ് സ്ഥിതി ചെയ്തിരുന്നത്. പ്രദേശത്ത് RMPയുടെ ചുവരെഴുത്ത് മായ്ച്ചതിന് ശേഷം ഇവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കായംകുളം ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയർപ്പണം നടന്നു. നടിമാരായ ഉത്തര ഉണ്ണി, അവന്തിക മോഹൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ച് പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. തന്ത്രി പ്ലാക്കുടിയിലം ഉണ്ണികൃഷ്ണൻ പോറ്റി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ക്ഷേത്ര ഭരണസമിതിയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിലാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലയടുപ്പുകൾ നിരന്നിരുന്നു. കരയോഗങ്ങളുടെയും സന്നദ്ധ സംഘടനകളും പൊങ്കാലയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി. ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടന്നു. കൊല്ലം ഓച്ചിറ രാഘവൻ പിള്ള കഥകളി ആസ്വാദക സമിതിയുടെ 4ാം വാർഷികം ആഘോഷിച്ചു. വലിയകുളങ്ങര ഓണാട്ട് ഭഗവതി ക്ഷേത്രം TDN ഹാളിൽ നടന്ന പരിപാടി കലാമണ്ഡലം മുൻ ചെയർമാൻ ഡോക്ടർ VR പ്രബോധചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഥകളിയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള തോട്ടം ദിവാകരൻ നമ്പൂതിരി പുരസ്കാരം, കൊട്ടാര ഗംഗയ്ക്കും ക്ഷേത്ര കലകളിലെ മികവിനുള്ള ദേവനാഥം പുരസ്കാരം പ്രശസ്ത കഥകളി മേള ആചാര്യൻ ആയാങ്കുടി കുട്ടപ്പ മാരാർക്കും സമ്മാനിച്ചു. കഥകളിയിലെ മികച്ച യുവ കലാകാരനുള്ള കുവലയ പുരസ്കാരം കലാമണ്ഡലം പ്രശാന്ത് പത്മനയ്ക്കും അരങ്ങിനു പിന്നിലെ മികവിനുള്ള അനന്തപ്രദീപം പുരസ്കാരം ചുട്ടി കലാകാരൻ മുതുപ്പിലാക്കാട് ചന്ദ്രശേഖര പിള്ളയ്ക്കും നൽകി. തുടർന്ന് നളചരിതം 1ാം ദിവസം കഥകളി നടന്നു. ആഹ്ലാദകരമായ ഒരു 82ാം വയസ്സിലും നിറങ്ങളുടെയും വരകളുടെയും ലോകത്ത് ജീവിക്കുന്ന ഒരു ചിത്രകാരനെ പരിചയപ്പെടാം. കൊട്ടാരക്കര പൂയപ്പള്ളി സ്വദേശി ഗോപിനാഥനാണ് വീട് നിറയെ ചിത്രങ്ങൾ വരച്ചും ചിത്രരചന പഠിപ്പിച്ചും വ്യത്യസ്തനാകുന്നത്.
താൻ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും ജീവൻ തുളുമ്പുന്നവയാകണമെന്ന നിർബന്ധമുണ്ട് ഗോപിനാഥന്. 96-ൽ KSRTCയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം മുഴുവൻ സമയവും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനായാണ് ഗോപിനാഥൻ മാറ്റിവെച്ചത്. 7 ദിവസം തുടർച്ചയായിട്ട് വരച്ച് അതേപോലെ ഒത്തപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായി. ഇനി എനിക്ക് ഇതുപോലെ ഏത് ചിത്രവും വരയ്ക്കാം. ആ ആത്മവിശ്വാസമാണ് എന്നെ ഇതിലോട്ട് അടുപ്പിച്ചത്. അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് പുരാണ കഥാസന്ദർഭങ്ങൾ ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. പ്രൊഫഷണൽ നാടകത്തിന്റെ രംഗപടം വരയ്ക്കുന്നതിലും ഗോപിനാഥൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന പ്രതലത്തെ നമ്മൾ മൂന്നായിട്ട് ഭാഗിച്ചിട്ട് ഏറ്റവും അടിയിലത്തെ ഭാഗത്തിൻ്റെ മുകളിലറ്റത്ത് ഐ ലെവലിന് നേരെ വരും. നമ്മുടെ ഐ ലെവലിൻ്റെ നേരെ വരുന്ന ഭാഗമാണ് അതാണ് നമ്മുടെ കാഴ്ച. പലയിടത്തായി നിരവധി ശിഷ്യന്മാരുമുണ്ട് ഗോപിനാഥന്. ആനുകാലിക പ്രസക്തിയുള്ള ചിത്രങ്ങൾ കോർത്തിണക്കി ജില്ലയിൽ എക്സിബിഷൻ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചിത്രകാരൻ. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി കട്ടപ്പനയിൽ ഉപാസന പെയിന്റിംഗ് ഫെസ്റ്റിവൽ നടന്നു. 100 കണക്കിന് പ്രതിഭകൾ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അനന്തു സാബു മികച്ച ചിത്രകാരനുള്ള സമ്മാനം കരസ്ഥമാക്കി. ഇടുക്കി ജില്ലയിലെ പ്രമുഖ ചിത്രകാരനും ചിത്രകലാ അധ്യാപകനുമായിരുന്ന ഉപാസന നാരായണൻകുട്ടിയുടെ ഓർമ്മയ്ക്കായാണ് ദർശനയുടെ നേതൃത്വത്തിൽ ഉപാസന പെയിന്റിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 2012 മുതൽ ആരംഭിച്ച പരിപാടി കോവിഡിനെ തുടർന്ന് 2 വർഷം മുടങ്ങിയിരുന്നു. ഈ വർഷം മത്സരം പുനരാരംഭിച്ചപ്പോൾ ആവേശത്തോടെയാണ് കുട്ടികളും മുതിർന്നവരും എത്തിയത്. LKG കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ മത്സരിക്കാം. 8 വിഭാഗങ്ങളിലായാണ് മത്സരം. ബ്രദർ ഫോർത്തൂനാത്തൂസിന്റെ സ്മരണയ്ക്കായി സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കും മത്സരം നടത്തി. ഇത്തവണ മുതൽ ആരംഭിച്ച ക്ലേ മോഡലിംഗ് മത്സരവും ശ്രദ്ധേയമായി. പാർട്ടിസിപ്പേഷൻ്റെ എണ്ണമല്ല, അതിൻ്റെ ഗുണനിലവാരത്തിൽ മാറ്റം വരും. അതൊരു വലിയ നേട്ടമായിട്ട് അതിനെ കാണുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ സമയമെടുത്തുകൊണ്ട് പരിശീലനം കൊടുക്കുന്നുണ്ട്. ആ പരിശീലനത്തിൽ കുട്ടികൾ വളരെ മുന്നോട്ട് എത്തി എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന കാര്യം. മത്സരത്തിന് മുൻപായി ചിത്രകലാ പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു. മികച്ച ചിത്രകാരനുള്ള ഉപാസന ട്രോഫിക്ക് അനന്തു സാബു അർഹനായി. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയ താറാവുകൂട് ശ്രദ്ധേയമാകുന്നു. വലിയ താറാവ് പ്രതിമയ്ക്കുള്ളിലാണ് താറാവുകൂട് ഒരുക്കിയിട്ടുള്ളത്. നെല്ലും താറാവും സംയുക്ത കൃഷി മാതൃകാ പദ്ധതിക്ക് വേണ്ടിയാണ് വ്യത്യസ്തമായ കൂട് തയ്യാറാക്കിയത്. ജൈവ ഉൽപാദന ഉപാധിയായ സംയോജിത കൃഷിയിലെ മാതൃകാ പദ്ധതിയാണ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തയ്യാറാക്കുന്നത്. പൊതുജനങ്ങൾക്ക് നെല്ലും താറാവും ഉപയോഗിച്ചുള്ള സംയുക്ത കൃഷി നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുള്ള അവസരമൊരുക്കുകയാണിവിടെ. ഇരുമ്പ് കൂടിന് മുകളിലായി താറാവ് ശില്പവും അടിഭാഗത്തായി കാഷ്ടം ശേഖരിക്കാനുള്ള സൗകര്യവുമാണ് ഒരുക്കിയിട്ടുള്ളത്. പഠനത്തിനും വിനോദത്തിനുമായി എത്തുന്ന വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ആകർഷിക്കുന്ന തരത്തിലാണ് താറാവ് കൂടിന്റെ രൂപകൽപ്പന. ഫെബ്രുവരിയിൽ നടക്കുന്ന ഫാം കാർണിവലിന്റെ മുഖ്യ ആകർഷണമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസം പർപ്പസും കൂടെ നമ്മൾ മനസ്സിലാലോചിച്ചുകൊണ്ടാണ് ഈ താറാവ് ഷേപ്പിൽ, അതായത് നമ്മുടെ കർമ്മത്തോടൊപ്പം വിനോദവും കണ്ടുകൊണ്ട് കർമ്മവും വിനോദവും ഒരുപോലെ കാണുക എന്നതാണ് പുതിയ ഒരു ഭാവന എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ താറാവിൻ്റെ കൂട് എന്നുള്ളത് താറാവ് ഷേപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫാം ടൂറിസവും അതോടൊപ്പം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കൽ, അതാണ് ഏറ്റവും പ്രധാനം. ജൈവ ജില്ലയെ പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ ഇനി വളരെയധികം പ്രാധാന്യമുണ്ട്. ജൈവ ഉൽപാദന ഉപാധികൾ നമ്മൾ ഉണ്ടാക്കി വിൽപ്പന ചെയ്യുക, ഒപ്പം ഫാം ടൂറിസത്തെയും കൂടെ ലക്ഷ്യം. കേന്ദ്രത്തിലെ നെൽവയലിന് സമീപമാണ് കൂട് സ്ഥാപിച്ചത്. കൃഷിയും വിനോദവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഫാം ടൂറിസത്തിന് നല്ല പരിഗണനയാണ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം നൽകുന്നത്. ന്യൂസ് 18 പിലിക്കോട്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.